അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 15-ാമത്തെ ആയത്ത് വിശദീകരണം ഭാഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹുവ അവനത്രേ അല്ലദീ ജഅല ആക്കിയവൻ ലക്കും നിങ്ങൾക്ക് അൽ അർള ഭൂമിയെ ദലൂലൻ കീഴ്പ്പെട്ടത് അധീനമായത് ഫംഷു അതിനാൽ നിങ്ങൾ നടന്നുകൊള്ളുക ഫി മനാക്കിബിഹ അതിൻ്റെ ഭാഗങ്ങളിലൂടെ വകുലു നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുക മിരിസ്ഖിഹി അവൻ്റെ വിഭവങ്ങളിൽ നിന്ന് വൈലേഹി അവനിലേക്കാണ് അന്നുഷൂർ ഉയിർത്തെഴുന്നേൽപ്പ്. അള്ളാഹുവാണ് ഭൂമിയെ അധീനമാക്കി തന്നവൻ എന്നതിനായിരുന്നു വിശദീകരിച്ചത്. തുടർന്ന് അള്ളാഹു പറയുന്നത് ഫംഷു ഫി മനാക്കിബിഹ അതിൻ്റെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഫംഷു എന്നത് വെറും നടത്തത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാക്ക് ആൻഡ് വർക്ക് നടക്കുക, അധ്വാനിക്കുക. ഒന്നും വെറുതെ കിട്ടുകയില്ല. സഞ്ചാരവും അധ്വാനവും എല്ലാ രൂപത്തിലുമുള്ള സാമ്പത്തിക പ്രവർത്തനവും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് ഇത്. ധാരാളം അവസരങ്ങൾ എമ്പാടുമുണ്ട്. അത് ഉപയോഗിക്കാൻ അവിടേക്ക് എത്തുകയും അത്യധ്വാനം ചെയ്യുകയും വേണം. പ്രോ ആക്റ്റീവാകാനും ചലനാത്മകമാകാനുമുള്ള ആഹ്വാനമാണ് സൂക്തത്തിൻ്റെ ഈ ഭാഗം. അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ മെരുക്കി തന്നു. അത് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ എഫേർട്ട് പുറത്തെടുക്കണം. ഭൗതികമായ സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തന്നതിനാൽ നിങ്ങൾ ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഭദ്രമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കണം. ഫംഷു ഫി മനാക്കിബിഹ അതിൻ്റെ ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ധാതുക്കൾ, ഖനിജങ്ങൾ, വിഭവങ്ങൾ എല്ലാം നേടാൻ കഴിയും. കഠിന പാതകളെ സൂചിപ്പിക്കുന്ന വാക്കാണ് മനാക്കിബ്. എല്ലാ ജോലിയും അന്തസ്സുള്ള ജോലിയാണ്. പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി അധ്വാനിക്കണം. ഒന്നും ചെയ്യാതെ, കൃഷി ചെയ്യാതെ കിടക്കുന്ന തരിശു ഭൂമികൾ അധ്വാനത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതിൽ നിന്നും വിളവുണ്ടാക്കുന്നില്ലെങ്കിൽ ആ ഭൂമിയെ പിടിച്ചെടുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. കൂലിക്ക് മാത്രമല്ല, വിഭവങ്ങളെ ഉൽപ്പാദനക്ഷമമാക്കാൻ കൂടിയാണ് ജോലി എന്നാണ് അതിൻ്റെ അർത്ഥം. ഉയരങ്ങളെ ലക്ഷ്യം വെക്കുന്ന വാക്കുകൂടിയാണ് മനാക്കിബ്. പരുക്കൻ മലകളിൽ നിന്നാണ് ധാതുക്കൾ ലഭിക്കാറുള്ളത്. അത്തരം മലകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടിയാണ്. മനാക്കിബ് ചുമലുകൾക്ക് പറയും. ഒട്ടകത്തിൻ്റെ ചുമലിൽ ഇരിക്കും പോലെ ഭൂമിക്ക് മുകളിൽ നിങ്ങൾക്ക് ഇരിക്കാം, സഞ്ചരിക്കാം, യാത്ര ചെയ്യാം, അധ്വാനിക്കാം, എല്ലാം വേണം. ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ഒരു ഭാഗം മഞ്ഞുമലകളും മേഘങ്ങളും വഴി തിരിച്ചുവിടപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിന് ആൽബിഡോ എഫക്റ്റ് എന്നാണ് പറയുക. ഇത് താപനിലയിൽ ഫൈൻ ട്യൂണിംഗ് നടത്തിക്കൊണ്ടിരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ താപനിലയെ കൂടി അള്ളാഹു ഫൈൻ ട്യൂണിംഗ് നടത്തി തന്നത് ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തെ തിരിച്ചുവിട്ട് കാലാവസ്ഥ അനുകൂലമാക്കി തന്നത് എല്ലാം അധ്വാനിക്കാനാണ്. അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഈ സൂക്തത്തിൻ്റെ ഈ ഭാഗം മൊത്തത്തിൽ പറയുന്ന കാര്യം. അതിനാൽ അത്യധ്വാനം ചെയ്ത് ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.